വിഷ് ബോർഡിൻ്റെ ശരിക്കും പ്രശ്നം ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിൻ്റെ മുന്നേ ജനുവരി 10-നാണ് ഞാൻ ഈ വിഷ് ബോർഡ് ഉണ്ടാക്കുന്നത് തന്നെ. എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയതൊക്കെ ജനുവരി ഈ ഒരു വർഷം തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയെങ്കിലും പ്രിൻ്റ് എടുക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. പ്രശ്നം എന്താ വെച്ചാൽ, പ്രശ്നം 1, ഞാൻ ഈ പ്രിൻ്റ് എടുക്കാൻ പോയപ്പം ഒരു പേജിൽ എല്ലാം നല്ല അടിപൊളിയായി എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് സെറ്റാക്കിയതായിരുന്നു. അവിടെ പോയി അവരൊന്നും പറഞ്ഞില്ല. ഓക്കെ, പ്രിൻ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞു. ഒരു A4 ഷീറ്റിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഒരു പ്രിൻ്റ് എടുത്ത് തന്നു. അന്നേരത്തൊക്കെ ഉണ്ട്. ഇപ്പം ഈ ഒരു A4 ഷീറ്റ് ആണെങ്കിൽ ഇപ്പുറത്തും 1 സെൻറ്റ് സ്ഥലം. അതാർക്ക് വേണ്ടിയാ? പിന്നെ അവർ പറഞ്ഞ് മോളെ ഫുള്ള് ഒരു പേപ്പറിൽ ഫുള്ള് എടുക്കണമെങ്കിൽ ഈ ഒരു പിക്ചറൊന്നും കിട്ടില്ല, കുറേ ആടെ പോവും ഇവിടെ പോവും മറ്റെടുത്ത് പോകും എന്നൊക്കെ പറഞ്ഞ് ചമ്മോ ചോറ. പിന്നെ ഞാൻ അങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് വന്ന് പിന്നെ ഞാൻ വിചാരിച്ചു മുറിച്ചിട്ട് എന്നാൽ പിന്നെ ഒട്ടിക്കാന്ന്. പ്രശ്നം 2 ഈസ്, ഇതിൽ കണ്ടോ എവിടെയും ഇല്ലാത്ത കുറേ കുത്തും ഗോമയും ഫുൾ സ്റ്റോപ്പും ഒക്കെ ഉണ്ട്. ഞാൻ പ്രിൻ്റ് എടുക്കാൻ കൊടുത്ത പിക്ചറിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രിൻ്റ് എടുക്കുമ്പം ചിലപ്പോൾ ഉണ്ടാവും ഇങ്ങനെ ഓരോ തെറ്റുകൾ. ഓക്കെ, പ്രശ്നം 3 ഇതിന് പ്രശ്നം 3 ഇതിന് പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. ഒരു ഷീറ്റിലാണ്, ഒരു A4 ഷീറ്റിലാണ് ഇത് ഫുൾ ഞാൻ എടുത്തിട്ടുണ്ട്. 23 രൂപ. എൻ്റെ അമ്മോ, കുഴപ്പമില്ല. അതും ഞാൻ കടത്ത് വെട്ടി ഇവിടെ എത്തിയിട്ട് മുറിച്ചപ്പോൾ എല്ലാം ഭയങ്കര ചെറുതായിപ്പോയി. ബട്ട് എഡിറ്റ് ചെയ്ത് സംഭവം സെറ്റാക്കിയിട്ട് നോക്കിയ സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിങ്ങനെ ഓരോന്നായിട്ട് മുറിക്കുമ്പോൾ നോക്ക്, ഇതിപ്പം നമ്മളെ പ്ലേ ബട്ടൺ നോക്ക്, ഞാൻ എഡിറ്റ് ചെയ്തിട്ട് അതെല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ചുണ്ടാകുന്ന സമയത്ത് അത് കുഴപ്പമില്ല. സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ കണ്ടോ ഭയങ്കര ചെറുതായിട്ടില്ലേ? പക്ഷെ ഇതെൻ്റെ വലിയൊരു ഡ്രീമാണ്. എന്നാലും ഇതെന്താ ചെറുതായിട്ട് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പം ഒരു വർഷമല്ല, ഇനിയും കുറേ മാസങ്ങൾ ഇവിടെ കിടക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരു മാസത്തിൽ എനിക്ക് എന്തെങ്കിലും വിഷസും ഡ്രീമൊക്കെ വന്നാൽ അത് നമുക്ക് പ്രിൻ്റ് എടുത്ത് മുറിച്ചിവിടെ ഒട്ടിക്കാം. എൻ്റെ വീട്ടിലത്തെ പ്രിൻ്ററിന് കേടായതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ അവിടെ പോയില്ലായിരുന്നു. എൻ്റെ അമ്മോ, നോക്കിയപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ നമ്മളെ വിഷ് ബോർഡിൻ്റെ കോലം. ഈ ഫ്രെയിമൊക്കെ ഞാൻ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്രെയിമിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എൻ്റെ വിഷ് ബോർഡ് ഞാൻ ഒരിക്കലും മറക്കില്ല. 2026 ഞാൻ ആദ്യമായിട്ടാണ് ഈ വിഷ് ബോർഡ് ഉണ്ടാക്കുന്നത് തന്നെ. അതും ഇങ്ങനത്തെ ഒരു പാളിച്ച എനിക്ക് കിട്ടും എന്നുള്ളത് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഇനി ഫ്രെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതൊരു A4 സൈസിൽ വരുന്ന ഫ്രെയിമാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ അങ്ങനെ എവിടുന്നു വാങ്ങിയതാണ്. ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. നിങ്ങൾ A4 സൈസിൽ വരുന്ന ഫ്രെയിം അടിച്ചു കൊടുത്താൽ മതി, അവിടെ സെർച്ച് ചെയ്താൽ മതി. പിന്നെ ഈ ഫ്രെയിമിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ല ഫ്രെയിമാണ്. പക്ഷെ എവിടെയെങ്കിലും ഒന്ന് മുട്ടുക, പിന്നെ അത് വേഗം പൊട്ടിപ്പോവും. ഞാൻ പറയാമല്ലോ, സൂക്ഷിച്ച് വെക്കണം, എന്നാലേ ഇത് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം അതിൻ്റെ ഒരു നോക്ക്. ഇത് ഒരു ഫ്രെയിമാണ്. നോക്ക്, അമ്മേൻ്റെ ഫോട്ടോ ഉള്ള ഒരു ഫ്രെയിമാണ്. ഫ്രെയിമല്ല, ഒരു ഫോട്ടോ ഉള്ള ഒരു പിക്ചർ ഉണ്ടായിരുന്നു. അപ്പം അത് ഈ ഫ്രെയിമിലോട്ടാക്കാമെന്ന് വിചാരിച്ച് ആക്കി. ഒന്ന് മുട്ടിപ്പോയതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഇവിടെ ഇതാ പൊട്ടിപ്പോയി. അങ്ങനെ അത് പിന്നെ ഇപ്പം ഞാൻ ഗ്ലൂ ഒക്കെ തേച്ച് സെറ്റാക്കിയതാണ്. കാണുന്നില്ല, ഇവിടെ കണ്ടോ, അവിടെ ഇത് ഞാൻ പൊട്ടിയതാണ്. എന്നിട്ട് ഞാൻ ഗമ്മൊക്കെ ആക്കി ഇങ്ങനെയൊക്കെയോ സെറ്റാക്കിയതാണ്. അപ്പം നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം, ഇത് വേഗം പൊട്ടും. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. നമ്മളെ മൂകാംബികയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇതാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ മൂകാംബികയിൽ കൊടുക്കാൻ. അപ്പം അത് ഈ ഒരു ഫ്രെയിമിൽ വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്ക് പൊട്ടിപ്പോയി, ഫ്രെയിം പൊട്ടി. അറിയാണ്ട് എവിടെയോ മുട്ടിപ്പോയതാണ്, പക്ഷെ അപ്പം പൊട്ടി. അതും ആ അമ്പലത്തിൽ നിന്ന് ഞാൻ ക്യൂ നിൽക്കുന്ന സമയത്ത് എവിടെയോ ഒന്ന് മുട്ടിപ്പോയി, അപ്പം പൊട്ടി. പിന്നെ എനിക്ക് ഗമ്മോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മൾ ക്യൂ നിന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗമ്മ് പോയി വാങ്ങാനും പറ്റില്ല, ഒന്നും പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത്. പൊട്ടി വെച്ച് ഇവിടെ പൊട്ടി, ആടെ പൊട്ടി, എന്തൊക്കെയോ ആയി. ഈ ഒരു സാധനം ഇങ്ങ് പോയി. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ, ഇത് ഉണ്ടായിരുന്നത് ഒരു ഫൈബറിൻ്റെ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടത്. അതായത് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, ഗ്ലാസ് അല്ല, ഫൈബറിൻ്റെ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മളെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റില്ലേ, OHP ഷീറ്റ്, അതിൻ്റെ അതേ തിക്നെസ്, വേറെ ഒന്നുമില്ല ഇപ്പോൾ സംഭവം. കാരണം നമുക്ക് ഫ്രെയിം ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 2 സ്റ്റിക്കുകൾ ഇങ്ങനെ വെച്ചിട്ട്
ട്രാൻസ്പെറൻറ്റ് ഷീറ്റൊക്കെ വെച്ചാൽ മതി. എന്തായാലും ഇത് വേർത്താണോ ചോദിച്ചാൽ ആണെന്നെങ്കിൽ പറഞ്ഞേക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. 2026 വിഷ് ബോർഡ് എന്ന് പറഞ്ഞാൽ വെറും പോക്കായിരുന്നു. ഇനി 2027 വരാൻ പോകുന്നില്ല. വരുമ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി കിടുക്കാച്ചി വിഷ് ബോർഡ് ആക്കാം. അത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇതിലൊക്കെ ഉണ്ട് ഇങ്ങനെ ടാപ്പ് പോലത്തെ ഒരു സംഭവം. ടാപ്പല്ല, ഇതിങ്ങനെ പറിച്ച് കൊടുക്കണം കേട്ടോ. ഇവിടെ ഇങ്ങനെ പറിക്കാൻ വേണ്ട. ഞാൻ പറിക്കുന്നില്ല. പറിച്ചാൽ പിന്നെ അത് ഫുള്ള് പൊടിയിക്കാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് വെക്കുന്നത്. ഇനിയിപ്പം പുതിയ വീട് എടുക്കുന്ന സമയത്ത് ആടി ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാൻ എൻ്റെ റൂമിൽ. ഓക്കെ, എൻ്റെ റൂമിൽ എനിക്ക് ഫ്രെയിം ചെയ്ത് വെക്കാനാണ് ഈ ഒരു വിഷ് ബോർഡ് ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ നേരം നമുക്കിതിൻ്റെ ഇതൊക്കെ ഊരിയിട്ടാണ് ഫ്രെയിം ചെയ്ത് വെക്കുക. ഇപ്പോഴേ ഊരിയാൽ പിന്നെ എൻ്റെ ശ്വാസകോശം നിൽക്കില്ല. കണ്ട, ഇത് പൊട്ടിയ പോലെ ആവും. അതുകൊണ്ട് വേണ്ട. ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ വലിയ വീഡിയോ ആയി മാറാനില്ലേ എല്ലാ ചാൻസും ഞാനിപ്പോൾ കാണുന്നുണ്ട്. അയ്യോ, അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ബൈ.